കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങള് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കർത്താവെ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാരണം നിന്നിൽ നിന്നല്ലാതെ ഞങ്ങൾക്കത് even to obey we need your grace and strength. അതിനുവേണ്ടി ആഗ്രഹിക്കുവാനും അതിനുവേണ്ടി സമർപ്പിക്കുവാനും കർത്താവെ, അടിയങ്ങൾക്ക് വേണ്ട വിവേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തോടും പിശാചിനോടും കർത്താവെ പോരാടുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കൂടിയിരിക്കുന്ന അങ്ങയുടെ മക്കൾ ഓരോരുത്തരും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാനവമഹത്വം അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിന്തുടകൾക്ക് മാറാകണമേ. ആമേൻ. റോമർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞു. ഇന്ന് 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാൻ ഇല്ല. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാൻ ഇല്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. അപ്പം ഇത് തുടങ്ങുന്നത്, റോമർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ therefore അല്ലെ, മലയാളത്തിൽ അതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഈ 2-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ ഇമ്മീഡിയറ്റ് തുടർച്ച അല്ലെ. പുതിയൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു പുതിയൊരു വ്യത്യസ്തമായ ഒരു വിഷയമല്ല ഇവിടെ സംസാരിക്കുന്നു. പിന്നെന്താ? അത് തന്നെ അല്ലെ. അപ്പൊ ശരിക്കുമുള്ള മാനുസ്ക്രിപ്റ്റ്സിൽ ഇതുപോലെ 1-ാം അധ്യായം 2-ാം അധ്യായം ഒന്നും ഇല്ല. അത് തുടർച്ചയായ ഒരു കത്താണ്. അപ്പൊ ഈ 2-ാമത്തെ അതുകൊണ്ട് വിധിക്കുന്നു, അതുകൊണ്ട് അല്ലെ, തുടർച്ചയാണ്. ഇത് തുടർച്ചയാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്തിനെ കുറിച്ചാണ് ഇത്രയും നേരം അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത് റോമാ സഭയോട്? 16-ാമത്തെ വാക്യം മുതൽ, 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ അപ്പോസ്തലൻ പറയുന്നത് സുവിശേഷം ദൈവത്തിന്റെ നീതിയാണ്. സുവിശേഷം ദൈവത്തിന്റെ നീതിയാണ് അല്ലെ. 16-ാമത്തെ വാക്യം തുടങ്ങുന്നു. അത് കഴിഞ്ഞ് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തോ? ദൈവക്രോധം നിമിത്തം നമുക്ക് അത് ആവശ്യമാണ്. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷം, കർത്താവിന്റെ സുവിശേഷം ദൈവത്തിന്റെ നീതിയാണ്. ആ നീതി നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ട്? ദൈവത്തിന്റെ കോപം നമ്മളിൽ പതിച്ചിരിക്കുന്നത് കൊണ്ട്, ലോകത്തിൽ പതിക്കുന്നത് കൊണ്ട് അത് ആവശ്യമാണ് ഇല്ലേ. പിന്നെ തുടർന്ന് നമ്മൾ ആ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, മനുഷ്യൻ ദൈവത്തെ അവഗണിക്കുമ്പോൾ അല്ലെ, മനുഷ്യൻ ദൈവത്തോട് നിസ്സംഗത കാണിക്കുമ്പോൾ, ഈ സുവിശേഷം മനുഷ്യന് വേണ്ട എന്ന് മനുഷ്യൻ തീരുമാനിക്കുമ്പോൾ ദൈവവും നിസ്സംഗത മനുഷ്യനോട് കാണിക്കുന്നു ഇല്ലേ. അപ്പൊ അങ്ങനെ ദൈവത്തെ അവഗണിക്കുമ്പോൾ ദൈവം മനുഷ്യനെ, അതിന്റെ പരിണിത ഫലമായി ദൈവം മനുഷ്യനെയും അവഗണിക്കുമ്പോൾ മനുഷ്യൻ എന്ത് സംഭവിക്കും എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അവസാന 1-ാമത്തെ അധ്യായത്തിൽ അവസാന ഭാഗങ്ങളിൽ അല്ലെ. അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, എവിടെയെല്ലാം എത്ര വലിയ ഗർത്തത്തിലേക്കാണ്, പാപത്തിന്റെ ഗർത്തത്തിലേക്ക് മനുഷ്യൻ വീണുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവിടെ അപ്പോസ്തലൻ വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.
അപ്പൊ ഈ ഒരു വിവരണം പറഞ്ഞ ശേഷം 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ ക്രോധം മനുഷ്യനിൽ പതിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ നീതിയായ സുവിശേഷം മനുഷ്യന് ആവശ്യമാണ്. പക്ഷേ മനുഷ്യൻ മനഃപൂർവ്വമായി ആ സുവിശേഷത്തെ അവഗണിക്കുമ്പോൾ മനുഷ്യൻ അധംപതനത്തിൽ നിന്ന് അധംപതനത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇല്ലേ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപസംഹരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഈ കാരണങ്ങളെല്ലാം കൊണ്ട്, മനുഷ്യൻ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട്, ദൈവത്തിന്റെ നീതിയായിരിക്കുന്ന സുവിശേഷത്തെ അവഗണിച്ചത് കൊണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നത് കൊണ്ട് മനുഷ്യന് ദൈവത്തോട് പ്രതിവാദം പറയുവാൻ കഴിയില്ല. മനസ്സിലായോ? അതാണ് ഈ 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായും നിനക്ക് പ്രതിവാദം പറയുവാൻ കഴിയില്ല. അല്ലേ? മനുഷ്യന് പ്രതിവാദം പറയുവാൻ കഴിയില്ല. ഏത് മനുഷ്യനും. ഇവിടെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഏത് മനുഷ്യന് പ്രതിവാദം പറയുവാൻ കഴിയില്ല? കാരണം ഈ യഹൂദന്മാര്, അപ്പോസ്തലൻ പറയുന്ന, അപ്പോസ്തലന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിരുന്ന പല യഹൂദന്മാരും അവരെ അപ്പോസ്തലൻ പറയുന്നതിനോട് പലപ്പോഴും യോജിച്ചു. ശരിയാണ്, മനുഷ്യൻ ഇത്ര മ്ലേച്ഛനാണ്, മനുഷ്യൻ ഇത്ര ദൈവത്തെ അവഗണിച്ച് മനുഷ്യൻ ഈ ഒരു അവസ്ഥ വന്നു, ശരിയാണ്, മനുഷ്യൻ വളരെ മോശമാണെന്നൊക്കെ ഈ യഹൂദന്മാരും അപ്പോസ്തലന്റെ പ്രസംഗത്തോട് സമ്മതിക്കുന്നുണ്ട്, പല യഹൂദന്മാരും. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ ആരാണെന്ന് അറിയാമോ? മനുഷ്യ, നിനക്ക് പ്രതിവാദം പറയുവാനില്ല എന്ന് പറയുന്ന മനുഷ്യൻ യഹൂദനെ സംബന്ധിച്ച് ജാതികളിൽപ്പെട്ടവനാണ്. ജാതികളിൽപ്പെട്ട മനുഷ്യനാണ് പ്രതിവാദം പറയാനില്ലാത്തതെന്നാണ് യഹൂദന്റെ ധാരണ. ഇല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ ഈ 1-ാമത്തെ അധ്യായത്തിൽ ഈ പറഞ്ഞ അസൂയ, കൊല, പിണക്കം, കാവടം, ഇങ്ങനെ പല പല പ്രശ്നങ്ങളെല്ലാം കേട്ടിരിക്കുന്ന യഹൂദനെ സംബന്ധിച്ച് ഇതെല്ലാം ജാതികളിലുള്ളതാണ്. ജാതികളാണ് മോശക്കാര്, ഞങ്ങളല്ല. ഇല്ലേ? അപ്പോസ്തലന്റെ പ്രസംഗം കേട്ടിരിക്കുന്നവർ വിചാരിക്കുന്നത് ഇതെല്ലാം അപ്പോസ്തലൻ പറയുന്നതൊക്കെ ശരിയാണ്, ഇതെല്ലാം ജാതികളെയാണ് ഈ പറയുന്നത്. ഇല്ലേ? അപ്പൊ ഒരുപക്ഷെ അവർ മനസ്സുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നതിന് യോജിച്ചു കാണും. കാര്യം അവര് ജാതികളായതുകൊണ്ട് അവർ നായ്ക്കൾക്ക് തുല്യമാണ്. ഞങ്ങൾ യഹൂദരായതുകൊണ്ട്, അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് ഞങ്ങൾ നീതിമാന്മാർ. അപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല, ഞങ്ങളെ അല്ല ഈ പറയുന്നത്. പക്ഷെ അപ്പോസ്തലൻ ഇവിടെ അവരെ തിരുത്തുകയാണ് തിരുത്തുകയാണ് അപ്പോസ്തലൻ. അതുകൊണ്ടാണ് പറയുന്നത്, അന്യനെ വിലയിരുത്തുന്ന എല്ലാവരെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അന്യനെ വിലയിരുത്തുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന യഹൂദൻ വിചാരിക്കുന്നത് ഈ പറയുന്നത് മുഴുവനും ജാതികളിൽപ്പെട്ടവനെയാണ്. അപ്പൊ ശരിയാണ്, ഇതേ മനോഭാവം ഇന്ന് നമ്മളിലും ഉണ്ടല്ലേ? ശരിയാണ്. ജേക്കബ് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സോ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ജേക്കബിന് തോന്നുകയാണ് മറ്റാർക്കോ എന്തൊക്കെയോ മനസ്സിലാകേണ്ടതുണ്ട്, ജേക്കബിന് എല്ലാം അറിയാം എന്ന് ജേക്കബ് വിചാരിക്കുക. അപ്പൊ എന്നെ കുറിച്ചല്ല ഈ പറഞ്ഞതെല്ലാം, ഈ പറഞ്ഞതെല്ലാം അവരെ കുറിച്ചാണ്, അവനെ കുറിച്ചാണ്. അല്ലെ? കാര്യം എന്താണ്? അവനെ കുറിച്ചാണെന്ന് പറയാൻ കാര്യം അവനും അവളും മോശക്കാരാണ്, അവർ മ്ലേച്ഛരായ ആളുകളാണ്, അവർ ചെയ്യുന്നതെല്ലാം മ്ലേച്ഛതയാണ്, അവർ പറയുന്നതും മ്ലേച്ഛതയാണ്, അവർക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളുകളാണ്. പലതരത്തിൽ ഞാൻ അവരെ കുറിച്ച് വിലയിരുത്തുന്നു, നിങ്ങളും അവരെ കുറിച്ച് വിലയിരുത്തുന്നു. അപ്പൊ ഇങ്ങനെ വിലയിരുത്തുന്ന യഹൂദന്മാരും ഇങ്ങനെ വിലയിരുത്തുന്ന മനുഷ്യരായിട്ടുള്ള സകലരെയും, അതായത് സർവ്വ മനുഷ്യനെ കുറിച്ചുമാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. അന്യനെ വിലയിരുത്തുന്ന എല്ലാവരും, ആർക്കും പ്രതിവാദം പറയുവാനില്ല, ആർക്കും എക്സ്ക്യൂസ് പറയുവാനില്ല. ഇല്ലേ? 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് എല്ലാരെ കുറിച്ചുമാണ്. അത് ഒരു പ്രത്യേക ജാതിക്കാരെ കുറിച്ചോ പ്രത്യേക മതക്കാരെ കുറിച്ചോ പ്രത്യേക ഗോത്രത്തിലുള്ളവരെ കുറിച്ചോ അല്ലെങ്കിൽ പ്രത്യേക രാജ്യത്തിലുള്ളവരെ കുറിച്ചോ അല്ല, എല്ലാ സർവ്വ മനുഷ്യരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. യഹൂദനും നീതിമാനാണെന്ന് കരുതുന്നവരെല്ലാവരും ഇല്ലേ? ബാക്കിയുള്ളവർ മോശമെന്നല്ല, ബാക്കിയുള്ളവരിൽ കുറ്റം കാണുകയും തന്നിൽ കുറ്റം കാണാത്തവരുമായ സകല മനുഷ്യരെ കുറിച്ചും എല്ലാ മനുഷ്യർ, ആർക്കും പ്രതിവാദം പറയുവാനില്ല. ഇതാണ് അപ്പോസ്തലൻ പറയുന്നത്. നോക്ക് പ്രിയ സുഹൃത്തുക്കളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വീഴ്ച, ഏറ്റവും വലിയൊരു ഒരു 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 വീഴ്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആവശ്യം നമുക്കില്ല എന്ന മനുഷ്യന്റെ ആ ഒരു ധാരണയാണ്. കാര്യം മനുഷ്യൻ പലപ്പോഴും മനുഷ്യനെ പരിശോധിക്കുമ്പോൾ മനുഷ്യൻ നീതിമാനാണ്. മനുഷ്യന് ദൈവത്തിന്റെ നീതിയുടെ ആവശ്യമില്ല. ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന നിലയിൽ, ഒരു മിഷനറി എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതൊരു വലിയൊരു ചലഞ്ചാണ്. മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ സുവിശേഷകന്മാർക്കും, എല്ലാ സുവിശേഷം പറയുന്ന മറ്റു കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ഏറ്റവും അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു തടസ്സം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ദൈവത്തിന്റെ ആവശ്യം, എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന മനുഷ്യന്റെ ആ ധാരണ. സ്വയം നീതി, മനുഷ്യരിലുള്ള സ്വയം നീതി, നന്മ ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ നമ്മളിൽ നന്മയുണ്ട് എന്ന ആ ഒരു ധാരണ, ഇതാണ് ശരി പലപ്പോഴും ദൈവത്തെ കാണുവാൻ മനുഷ്യന് സാധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തങ്ങളിൽ നന്മയുണ്ട്, തങ്ങളെ അത്രയ്ക്കും താഴ്ത്തി കാണിക്കേണ്ട കാര്യമില്ല എന്ന മനുഷ്യന്റെ ധാരണ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സുവിശേഷം, ആത്മാർത്ഥമായും സുവിശേഷം പറയുവാനും ഒരു വ്യക്തിയിൽ കർത്താവിന്റെ രക്ഷയെ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് ആ വ്യക്തി നടത്തുവാൻ ഏറ്റവും തടസ്സമായിട്ടുള്ള പ്രശ്നം അതാണ്, സ്വയം നീതി. പരീശന്മാരും ശാസ്ത്രിമാരും നമ്മുടെ കർത്താവുമായി നിരന്തരം തർക്കിക്കുകയും അവനെ കബളിപ്പിക്കാൻ നോക്കുകയും അവനെ കൊടുക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കും, ഇല്ലേ? ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. പരീശന്മാർ നിരന്തരമായി കർത്താവുമായിട്ട് തർക്കിക്കുന്നത്, നിരന്തരമായി പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരങ്ങനെ അത്തരത്തിലുള്ള ഒരു തർക്കം കർത്താവുമായി എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നതെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് അവർ യേശുവിനെ ഒരു ശത്രുവിനെ പോലെ കണ്ടത്? അവരങ്ങനെ യേശുവിനെ കാണുവാനുള്ള പ്രധാന കാരണം അവന്റെ പ്രസംഗം, യേശുക്രിസ്തുവിന്റെ പ്രസംഗം ഈ പരീശന്മാരും ശാസ്ത്രിമാരും പാപികളാണ് എന്ന് അവർക്ക് മനസ്സിലാകുവാൻ അവരെ പ്രേരിപ്പിച്ചു. യേശു പറയുന്നത് കേട്ടിരിക്കുന്ന പരീശനും ശാസ്ത്രിയും തങ്ങൾ പാപികളാണ്, തങ്ങൾ കുറ്റക്കാരാണ് എന്ന ആ ഒരു സത്യം ബോധ്യമായി. അത് അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ലായിരുന്നു. മനസ്സിലായി? അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവർ കർത്താവുമായി നിരന്തരം തർക്കിക്കുകയും നിരന്തരം കർത്താവിനെ ട്രിക്ക് ചെയ്യാനായിട്ട് നിരന്തരം പുനഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ തെറ്റിക്കുവാനൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. കാര്യം തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരീശനാരാ? പരീശൻ ദൈവവചനം മുഴുവൻ കാണാതെ പഠിച്ചവനാണ്. പരീശൻ താൻ കുറ്റക്കാരനാണ് എന്ന ബോധം അവനുണ്ടാവും കർത്താവിനെ കേട്ടിരുന്ന. അത് ഉൾക്കൊള്ളുവാൻ അവൻ ഒരിക്കലും, ഒരു പാപിയാണ് അവൻ, ദൈവത്തിൽ നിന്ന് വീണു പോയവനാണ്, ഒരു തേജസ് ഇല്ലാത്തവനാണ് എന്നത് ഉൾക്കൊള്ളുവാൻ അവൻ ഒരിക്കലും തയ്യാറല്ല. അവൻ പറഞ്ഞിരുന്നത് മറ്റുള്ളവൻ അസുഖമുണ്ട്, മറ്റുള്ളവൻ പാപിയാണ്, മറ്റുള്ളവൻ രോഗിയാണ്, മറ്റുള്ളവൻ ദോഷം, ഞാൻ അങ്ങനല്ല എന്ന ആ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു മനോഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് അവർ നിരന്തരമായി യേശുവുമായി തർക്കിച്ചുകൊണ്ട് യേശുവിനെ ശത്രുവിനെ പോലെ അവർ കാണുകയും അവനെ വെറുക്കുകയും ചെയ്തത്. ഇതിന്റെ കാരണം ഇതാണ്. പക്ഷെ ഒരു മനുഷ്യനും പ്രതിവാദം ദൈവത്തോട് പറയുവാൻ സാധിക്കത്തില്ല. മറ്റുള്ളവരിലുള്ള കുറ്റം കാണുവാൻ എല്ലാവർക്കും സാധിക്കുന്നു, എന്ന തന്നിലുള്ള കുറ്റം കൂടെ കാണണം. ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്നു. ഒരു മനുഷ്യനും ദൈവത്തോട് തർക്കിക്കുവാൻ സാധിക്കത്തില്ല. ദൈവമേ, ഞാൻ അങ്ങനത്തെ ആളല്ല എന്ന് പറയുവാൻ ആർക്കും. ഈ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സകല മനുഷ്യനും സകല ആ സ്വഭാവ ദൂഷ്യങ്ങളും ഉള്ളവരാണ് എല്ലാ മനുഷ്യരും.
അത് അംഗീകരിക്കുവാൻ തയ്യാറല്ലാത്തത്, മനുഷ്യൻ തയ്യാറല്ലാത്തതാണ് സുവിശേഷം സ്വീകരിക്കുവാനുള്ള ഏറ്റവും വലിയ തടസ്സം. ഏറ്റവും വലിയ തടസ്സം ഇതാണ് എന്റെ അവസ്ഥ. ഇതാണ് ഞാൻ ഇത്ര മ്ലേച്ഛനായ ഒരു വ്യക്തിയാണ്. എന്റെ ഉള്ളിൽ മ്ലേച്ഛതയല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന ആ ഒരു അറിവ്, അത് അംഗീകരിക്കുവാൻ മനുഷ്യൻ തയ്യാറാണ്. വേദപുസ്തകം പറയുന്നത് മറ്റുള്ളവരെ വിധിക്കുന്ന നീ, അല്ലേ? അപ്പോ ഈ മറ്റുള്ളവരെ വിധിക്കുന്നവരെ കുറിച്ച് അപ്പോസ്തലൻ 1-ാമത്തെ വാക്യത്തിൽ 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ആദ്യം പറയുന്നത് മറ്റുള്ളവരെ വിധിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരെയും അതുപോലെ തന്നെ സർവ്വ മനുഷ്യരിലും എല്ലാവരെയാണ് ഉൾപ്പെടുത്തി പറയുന്നത് കേട്ടോ. സ്വയം കുറ്റം കാണാൻ സാധിക്കാതെ മറ്റുള്ളവരാണ് ഇങ്ങനെ എന്ന് പറയുന്ന സർവ്വരെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ഈ ആളുകൾക്ക് ചില കാര്യങ്ങൾ അറിയാം. മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ അറിയാം എന്ന് അപ്പോസ്തലൻ ഇവിടെ ഈ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് അപ്പോസ്തലന്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്താണത്? ആദ്യത്തെ വിഷയം ഇതാണ്: ഈ കുറ്റം വിധിക്കുന്നവർക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നല്ല ബോധമുണ്ട്, ഇല്ലേ? മറ്റുള്ളവരിൽ കുറവ് കാണുകയും തങ്ങളിൽ കുറവ് കാണാതെയും ഇരിക്കുന്നവർക്ക് ഈ വിധം വിധിക്കുന്ന എല്ലാ മനുഷ്യർക്കും തെറ്റും ശരിയും നല്ലവണ്ണം അറിയാം. അല്ലാത്ത പക്ഷം അവർ വിധിക്കുവാൻ മുതിരില്ല, അല്ലേ? തെറ്റും ശരിയും നന്നായി അറിയാവുന്നത് കൊണ്ടാണല്ലോ ആളുകൾ മറ്റുള്ളവരെ വിധിക്കുവാൻ തയ്യാറാകുന്നത്. മറ്റുള്ളവർക്ക് നോക്കിയിട്ട് അവന് ദൈവത്തിന്റെ ആവശ്യമുണ്ട്, അല്ലെ, അവൻ ഒരുപാട് കുറവുകളുണ്ട്, എനിക്കതില്ല എന്ന് പറയുവാൻ മുതിരണമെങ്കിൽ അവർക്ക് തെറ്റേത് ശരിയേതെന്ന് അറിയാം, ഇല്ലേ? അതാണ് 1-ാമത്തെ കാര്യം നമുക്കിവിടെ ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു മാനദണ്ഡമുണ്ടെന്ന് അവർക്കറിയാം. ആ മാനദണ്ഡത്തെ കുറിച്ച് വ്യക്തമായ ധാരണ അവർക്കുണ്ട്. ഒരു കാര്യം തെറ്റാണെന്നും മറ്റൊരു കാര്യം ശരിയാണെന്നും അവർക്ക് നന്നായി അറിയാം. അപ്പൊ നിനക്ക് പ്രതിവാദം പറയുവാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒന്ന്, തെറ്റേത് ശരിയേതെന്ന് എല്ലാ മനുഷ്യനും അറിയാം. എല്ലാ മനുഷ്യർക്കും തെറ്റേത് ശരിയേതെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ മറ്റു മനുഷ്യനെ വിധിക്കുവാൻ തയ്യാറാകുന്നത്. തെറ്റും ശരിയും അറിയാത്തവൻ എങ്ങനെ മറ്റുള്ളവനെ വിധിക്കും? എല്ലാ മനുഷ്യരും മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മറ്റുള്ളവരെ കുറിച്ചൊരു ധാരണയുണ്ട്. അപ്പൊ അങ്ങനെ ധരിക്കുന്ന എല്ലാ മനുഷ്യരും, അങ്ങനെ മറ്റുള്ളവരെ വിധിക്കുന്നവരായിട്ടുള്ള സകല മനുഷ്യനും തെറ്റും ശരിയും അറിയാം, ഇല്ലേ? തെറ്റ് ശരി, അതുകൊണ്ടാണ് അവന് എക്സ്ക്യൂസ് ഇല്ലാത്തത്. തെറ്റേത് ശരിയേതെന്ന് അവന് നന്നായി അറിയാം. പക്ഷേ ഈ ഒരു ധാരണ ഉണ്ടായിട്ടും, ഇതാണ് ഇവിടുത്തെ 2-ാമത്തെ കാര്യം, ഈ ഒരു ധാരണ ഉണ്ടായിട്ടും തെറ്റേത് ശരിയേതെന്ന് അവർക്ക് അവരറിഞ്ഞിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ വിലയിരുത്തിയിട്ടും അവരെപ്പോഴും തെറ്റ് തന്നെ ചെയ്യുന്നു. കണ്ടോ, അല്ലേ? അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. അപ്പോ ഏതു മനുഷ്യനും, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവയെ നിനക്ക് പ്രതിവാദം പറയുവാനില്ല. എന്തുകൊണ്ട്? നിനക്ക് തെറ്റേത് ശരിയേതെന്ന് നിനക്കറിയാം. തെറ്റേത് ശരിയേതെന്ന് നിനക്ക് അറിയാവുന്നത് കൊണ്ടാണ് നീ മറ്റുള്ളവരെ വിധിക്കുവാൻ തയ്യാറാകുന്നത്. പക്ഷേ അപ്പൊ അത് 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, തെറ്റും ശരിയും നിനക്ക് അറിയാമെങ്കിലും നീ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നുവെങ്കിലും പിന്നെ നീ എന്താ ചെയ്യുന്നത്? നീ തെറ്റേ ചെയ്യുന്നുള്ളൂ, ഇല്ലേ? നീ തെറ്റേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നിനക്ക് പ്രതിവാദം പറയുവാൻ സാധിക്കില്ല. അപ്പൊ ഇവിടുത്തെ വിധികർത്താക്കൾ ആരാണ്? പ്രിയ സുഹൃത്തുക്കളെ, ആരാണ് ഇവിടെ വിധികർത്താക്കൾ? എല്ലാ മനുഷ്യരും, യഹൂദരും ജാതികളിൽ ഉള്ളവരും എല്ലാവരും. അപ്പൊ ഇവിടുത്തെ വിധികർത്താക്കൾ
അവര് വിധിക്കുന്നവരെ പോലെ തന്നെ കുറ്റവാളികളാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ വിധികർത്താക്കൾ അവർ വിധിച്ച ആളുകളെ പോലെ തന്നെ കുറ്റക്കാരാണ്. അതുകൊണ്ട് ദൈവത്തോട് നിനക്ക് പ്രതിവാദം പറയുവാൻ സാധിക്കില്ല. മറ്റുള്ളവരെ കുറിച്ചൊരു അഭിപ്രായം നിനക്കുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. യഹൂദനും ഉണ്ട്, പാർസിക്കും ഉണ്ട്, ക്രിസ്ത്യാനിക്കും ഉണ്ട്, ഹിന്ദുവിനും ഉണ്ട്, മുസ്ലിമിനും ഉണ്ട്, എല്ലാവർക്കും മറ്റുള്ളവരെ കുറിച്ച്. അപ്പൊ നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും സ്വയമുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് തെറ്റേത് ശരിയെന്നറിയാം. അതിന്റെ പേരിൽ നിങ്ങൾ മറ്റു മനുഷ്യരെ വിലയിരുത്തുന്നു. പക്ഷെ നിങ്ങളോ അത് തന്നെ, തെറ്റ് തന്നെ ചെയ്യും. ഇത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ദാസ്യവേദ പുസ്തകം ചോദിക്കുന്നു. മറ്റുള്ളവരെ വിധിക്കുന്ന നിങ്ങളും നിങ്ങൾ വിധിച്ച ആളുകളെ പോലെ തന്നെ കുറ്റവാളികളാണ്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തില് 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ, 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ യേശു മടങ്ങി വരുമ്പോൾ എല്ലാ ജനങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ജനതകളെയും അവൻ എങ്ങനെ വിധിക്കുമെന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. യേശു മടങ്ങി വരുമ്പോൾ ഈ ലോകത്തെ എങ്ങനെയാണ് വിധിക്കുവാൻ പോകുന്നത്? ഓക്കെ, എങ്ങനെയാണ് വിധിക്കുവാൻ പോകുന്നത്? ആ ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വായിക്കണം. അവിടെ ലോക ജനതയെ കർത്താവ് 2 ഭാഗമായി മുറിക്കും, 2 ഭാഗമായി വിഭജിക്കുമെന്നാണ് പറയുന്നത്. ഒന്ന് ആടുകളായും മറ്റൊന്ന് കോലാടുകളായും. ആടുകളായും കോലാടുകളായും മനുഷ്യരാശിയെ മൊത്തം വിഭജിക്കും, 2ആയിട്ട് വിഭജിക്കും. എന്നിട്ട് ഈ 2 കൂട്ടങ്ങളായി വിഭജിച്ച ശേഷം ഓരോ കൂട്ടരും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യായവിധി പരീക്ഷിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? കർത്താവ് ലോക ജനതയെ 2ആയി ഭാഗിച്ച ശേഷം ഈ 2 കൂട്ടരെയും വിധിക്കുന്നത്, കർത്താവിന്റെ 2ാം വരവിന് ശേഷമാണ് വിധിക്കുന്നത്, മനുഷ്യനോട് എന്ത് ചെയ്തു എന്നുള്ളത് വിലയിരുത്തിയിട്ടാണ്. കാരണം കർത്താവ് ആടുകളോട് പറയും, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ഇല്ല, അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ വായിക്കുവാൻ സാധിക്കും. ഇത് എന്താണ് പറയുന്നത്? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പറഞ്ഞതിനെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്തതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. കോലാടുകളോട് എന്താണ് പറയുന്നത് നോക്കൂ. കോലാടുകളോട് 43-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അല്ലെ? അപ്പൊ ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനെ കുറിച്ച് എന്താണ് ധരിക്കുന്നതെന്നും അവനവനെ കുറിച്ച് എന്താണ് ധരിക്കുന്നതെന്നും ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മറ്റുള്ളവരെ നോക്കിയിട്ട് അവർക്കാണ് കുഴപ്പം, എനിക്ക് കുഴപ്പമില്ല എന്ന് ധരിക്കുന്നവർ അപകടത്തിലാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ രണ്ട് കൂട്ടം കോലാടുകളോടും ആളുകളോടും കർത്താവ് പറഞ്ഞു, ഇല്ലേ, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല. അപ്പൊ ഒരു ആശ്ചര്യം കണ്ടോ? അവിടെ ഒരു ആശ്ചര്യം കണ്ടോ? അപ്പൊ ഈ 2 ഗ്രൂപ്പിലും ഒരു ആശ്ചര്യം ഉളവാകുന്നത് നിങ്ങൾ കാണും. എപ്പോൾ നടന്നു എന്ന് അവർ ചോദിക്കുന്നത്. എപ്പോ? അതെപ്പോഴാണ് ഞാൻ കർത്താവിനെ, നഗ്നനായിരുന്ന കർത്താവിനെ ഉടുപ്പിച്ചത്? എപ്പോഴാണ് അതെപ്പോഴാണ് കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞത്? എപ്പോഴാണ് ഞാൻ കർത്താവിനെ അങ്ങനെ പറഞ്ഞതെന്ന് 2 പാർട്ടികളും ആശ്ചര്യത്തോടെ പ്രതികരിക്കുന്നത് നമുക്ക് കാണുവാൻ
സാധിക്കും. അതെപ്പോ ഞങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ, അതെപ്പോ ഞങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, കർത്താവ് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ തീർച്ചയായും ഞങ്ങൾ ശ്രദ്ധിക്കുമല്ലോ എന്നാണ് അവരുടെ ആ ആശ്ചര്യം ഉണ്ട്. അപ്പൊ ഈ ആശ്ചര്യം പുറപ്പെടുവിക്കുന്ന ഈ രണ്ട് കൂട്ടരും, ആ ആശ്ചര്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണെന്ന് അറിയാമോ? കോലാടുകളും ആടുകളും സ്വയം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ് ഈ ആശ്ചര്യ വികാരം സൂചിപ്പിക്കുന്നത്. അവനവനെ കുറിച്ചുള്ള ധാരണ, ഞാനത് ചെയ്തോ, അല്ലെങ്കിൽ ഞാനത് എപ്പോ അത് ആ ഒരു ആശ്ചര്യം, ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണോ, ഞാനിങ്ങനെ നഗ്നനായി വന്ന ഒരാൾക്ക് തുണി കൊടുത്തില്ലേ, എപ്പോ ഞാന് ദാഹിച്ചു വന്ന ഒരാൾക്ക് വെള്ളം കൊടുത്തില്ല, ഞാനോ അതെ, ഞാൻ തന്നെ, ഇല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ അവന് സ്വന്തം അവസ്ഥ അറിയത്തില്ല. മനുഷ്യന് സ്വന്തം അവസ്ഥ എന്താണെന്ന് അവൻ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ അറിയുവാൻ അവൻ വിസമ്മതിക്കുന്നു. സ്വന്തം അവസ്ഥ എന്താണെന്ന് അവൻ പരിശോധിക്കുക. കാര്യം ബിസി, മറ്റവന്റെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുക ബിസിയായിട്ട്. സ്വന്തം അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുവാനുള്ള സമയമില്ല. അപ്പൊ വളരെ ഞങ്ങൾ അങ്ങനെ ചെയ്തോ എന്ന് അവരന്ന് ചോദിക്കും. പ്രിയ സുഹൃത്തുക്കളെ, അതുപോലെ തന്നെയാണ് നിങ്ങളും ഞാനും. നമ്മളിൽ ആ ആശ്ചര്യം, ഞാനോ എന്നൊക്കെയുള്ള ആ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ അത് നമ്മളെ കുറിച്ചിട്ടുള്ള നമ്മുടെ അറിവിന്റെ കുറവിനെയാണ് കാണിക്കുന്നത്, ഇല്ലേ? ദി ഹാർട്ട് ഇസ് ഡിസീറ്റ്ഫുൾ അബവ് ഓൾ തിങ്സ്, ഹൂ ഷാൽ നോ ഇറ്റ് എന്നാണ് ബൈബിൾ പറയുന്നത്, ഇല്ലേ? ഹൃദയം വക്രം നിറഞ്ഞത്, അത് ആരറിയും, ആരറിയില്ല, ആർക്കറിയാൻ പറ്റും? അത്രയ്ക്ക് മ്ലേച്ഛത നമ്മിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. മറ്റുള്ളവരിൽ മാത്രം അത് കാണുവാൻ യഹൂദൻ ഇതൊക്കെ കേട്ടിരുന്ന യഹൂദൻ വിചാരിക്കുന്നത് ശരിയാണ്, ജാതികളിൽ ശമര്യക്കാരനും മറ്റ് പേർഷ്യക്കാരനും സൂര്യക്കാരനും ഒക്കെയാണ് ഈ പ്രശ്നം. ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. അല്ല, എല്ലാവരും, എല്ലാ മനുഷ്യനും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ തെറ്റുകളോട് പലപ്പോഴും നമ്മൾ അന്ധത നടിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. നമ്മുടെ തെറ്റുകളോട് പലപ്പോഴും നമ്മൾ അന്ധത നടിക്കുന്നു, സത്യമാണ്. അത് നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിൽ നമുക്കറിയാം, നമ്മൾ ആ അന്ധത നടിച്ച് ജീവിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്ധത നടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോടാണ് വേദപുസ്തകം എന്ന് പറയുന്നത്, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവയെ നിനക്ക് പ്രതിവാദം പറയുവാനില്ല. ഒരു മനുഷ്യനും അവനവന്റെ തെറ്റിനോട് അന്ധത അഭിനയിക്കുകയും മറ്റുള്ളവന്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന സർവ മനുഷ്യനും, മനുഷ്യരാശി മൊത്തത്തിൽ ദൈവത്തോട് പ്രതിവാദം പറയുവാൻ അവർക്ക് സാധിക്കില്ല. നമ്മുടെ സ്വന്തം തെറ്റുകളെ നമ്മൾ അന്ധരെ പോലെയാണ് നമ്മൾ നോക്കുന്നത്. കാർ ഓടിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ സൈഡ് മിററില് ചിലർ ചെറിയ വട്ടം വേറൊരു മിറർ ഒട്ടിച്ചു വെക്കും. സൈഡ് മിററിൽ വേറൊരു ചെറിയൊരു വട്ടം മിറർ ഒട്ടിച്ചു വെക്കും. ആ ചെറിയ വട്ടം മിറർ ഒട്ടിച്ചു വെച്ചേക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല് there is something called the blind spot. ഈ സൈഡ് മിററിൽ ബ്ലൈൻഡ് സ്പോട്ട്, അല്ലെങ്കിൽ ഈ മൂന്ന് മിററും ഇല്ലേ, റിയർ വ്യൂ മിററും ഈ രണ്ട് സൈഡിലെ മിററും ഒരു ഡ്രൈവറെ സംബന്ധിച്ച് ഏറ്റവും വിൻഷീൽഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മൂന്നും നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഈ മൂന്നെണ്ണത്തിലും നമ്മൾ നോക്കിയാലും, ഈ മൂന്ന് മാറി മാറി നോക്കിയാലും, രണ്ട് സൈഡിലെ മിററിലും നടുക്കത്തെ മിററിലും നമ്മൾ എത്ര സൂക്ഷ്മമായിട്ട് നോക്കിയിരുന്നാലും, ഈ സൈഡില് ഈ കാറിന്റെ രണ്ട് സൈഡിലും ചില സ്ഥലങ്ങളിൽ സ്കൂട്ടർ, സൈക്കിളൊക്കെ വന്ന് നിന്ന് നമുക്ക് കാണാനൊക്കത്തില്ല. ദാറ്റ് ഈസ് നോൺ ആസ് എ ബ്ലൈൻഡ് സ്പോട്ട്. നമുക്ക് കാണാനൊക്കത്തില്ല, എത്ര സൂക്ഷ്മമായിട്ട് നോക്കിയാലും കാണാനൊക്കത്തില്ല. ഒരാൾ വലത് സൈഡിൽ കൂടെ ഇടത് സൈഡിൽ കൂടെ കയറി വരുമ്പോൾ നമ്മൾ മിററിൽ നോക്കുമ്പോൾ അയാളെ കാണാനൊക്കത്തില്ല, പക്ഷെ അയാൾ അവിടെ ഉണ്ടാവും. നമ്മൾ വെട്ടിത്തിരിക്കും, വണ്ടി വന്ന് തട്ടും. അതിനെ ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയുന്നത്. ആ ബ്ലൈൻഡ് സ്പോട്ട് കാണുവാനാണ് മിററിനകത്ത് ചിലർ ഒരു ചെറിയ വട്ട മിറർ വെക്കും. അപ്പൊ
ആ ബ്ലൈൻഡ് സ്പോട്ടും കൂടെ കാണുവാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. നമുക്കെല്ലാവർക്കും ഇതുണ്ട്. എത്ര നമ്മളിവിടെ മാലാഖമാരെപ്പോലെ നമ്മൾ അത് തർക്കിക്കും പലപ്പോഴും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ കുറ്റങ്ങൾ പലപ്പോഴും അതിനോട് നമ്മൾ അന്ധത പ്രകടിപ്പിക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ കാണും, പക്ഷെ നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ കാണില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നുണകളിൽ ഒന്ന്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നുണകളിൽ ഒന്നാണ് നമുക്ക് സ്വയം അറിയാമെന്ന ആശയം. ഏറ്റവും വലിയ ലൈയാണത്, ഏറ്റവും വലിയ കള്ളത്തിൽ ഒന്നാണ്. എനിക്ക് എന്നെ അറിയാം, നമുക്ക് നമ്മളെ തന്നെ അറിയാം, അല്ലേ? പലപ്പോഴും നമ്മളത് വാദിക്കുന്ന കാര്യമാണ്, അല്ലേ? എനിക്കറിയാമെന്നെ, നമ്മൾ തർക്കിക്കും. എനിക്കറിയാമെന്നെ, ഞാനത് ചെയ്യില്ല, ഞാൻ ഏത് സാഹചര്യത്തിൽ പോലും ഞാനത് എനിക്കറിയാം, എന്റെ കാര്യങ്ങൾ എനിക്കറിയാം എന്റെ, ഇല്ലേ? അങ്ങനെ നമ്മൾ തർക്കിക്കും. പക്ഷെ അത് വലിയൊരു കള്ളമാണത്. നമുക്ക് നമ്മളെ അറിയില്ല, നമ്മളുടെ ആ പൊട്ടൻഷ്യൽ, ആ ക്രിമിനൽ ദൈവത്തോടും സ്വർഗത്തോടും നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന നമ്മുടെ ആ ക്രിമിനൽ മെന്റാലിറ്റി എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് സ്വയം അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഭൂരിഭാഗവും നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് നമ്മൾ ചെയ്തു വരുന്ന പല പാപപ്രവർത്തികളും ആ മനോഭാവവും ഇന്നും പലർക്കും നമുക്ക് മനസ്സിലായിട്ടില്ല. അത് തെറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കറിയത്തില്ല, നമ്മൾ ആ കാണുന്നില്ല, നമ്മളത് കാണുന്നതേ ഇല്ല, അതൊരു തെറ്റായി നമ്മൾ കാണുന്നതേ ഇല്ല എന്നുള്ളതാണ് ആ ഒരു അന്ധത. മറ്റുള്ളവന്റെ കുറ്റം കാണുവാൻ സാധിക്കും, പക്ഷെ നീ നീ ആരെയാണോ വിലയിരുത്തിയിരിക്കുന്നത്, ആരെയൊക്കെ നീ കുറ്റപ്പെടുത്തുന്നുണ്ടോ, അതുപോലെ തന്നെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളും ഞാനും കുറ്റവാളികളാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും തന്നെ ദൈവത്തോട് പ്രതിവാദം പറയുവാൻ സാധിക്കില്ല. യഹൂദനായാലും ശരി, യവനനായാലും ശരി, ഇല്ലേ, ജേക്കബ് ആയാലും ശരി, സാബു പാസ്റ്റർ ആയാലും ശരി, എല്ലാവരും കണക്കാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവനവന്റെ കുറ്റം കാണുവാൻ നമുക്ക് സാധിക്കത്തില്ല. ഇപ്പൊ നമ്മൾ തന്നെ അറിയാതെ ദൈവത്തെ വളരെ വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ അനേകം പാപപ്രവൃത്തികളും പാപത്തോടുള്ള താല്പര്യവും നമ്മൾ വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു മനുഷ്യനും ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പറയാനൊക്കത്തില്ല ഞാൻ നീതിമാനാണ്, ഒരിക്കലും പറയാനൊക്കത്തില്ല. എല്ലാവരും ദൈവതേജസ് ഇല്ലാതായി, എല്ലാവരും മറ്റുള്ളവരെ എല്ലാ മനുഷ്യനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, മറ്റുള്ളവന്റെ കുറവും കണ്ട് സ്വന്തം കുറവും കാണാതെ അങ്ങനെ പഴിച്ചു പോവുകയാണ് ഈ ലോകത്ത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ആർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നിട്ട് ഞാൻ ഒരു കുറ്റവാളി അല്ല, ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ഇത്രയേറെ വർഷങ്ങളോളം കഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ നീതിമാനാണ്, ഞാൻ എന്റെ ഭാര്യയെ സഹിച്ചത് കൊണ്ട്, എന്റെ ഭർത്താവിനെ സഹിച്ചത് കൊണ്ട്, ഇത്ര മ്ലേച്ഛനായ മനുഷ്യനെ വഹിച്ചത് കൊണ്ട്, ഇത്രയും അലവലാദികളായ മക്കളെ വളർത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ ഇത്രയേറെ ഈ കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്രയേറെ സഭയ്ക്ക് വേണ്ടിയൊക്കെ ഞാൻ അധ്വാനിച്ചത് കൊണ്ടും പീഡിപ്പിക്കപ്പെട്ടത്, ഒരു ന്യായവും നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ പറയുന്നത് വില പോകില്ല. കാരണം നമ്മളും സർവ മനുഷ്യരെ പോലെ കുറ്റവാളികളാണ്. യു ആർ വിത്തൗട്ട് എക്സ്ക്യൂസ് ഓ മാൻ. അപ്പൊ നമ്മൾ കുറ്റവാളികളാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ മനസ്സിലാക്കുന്നത്, ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുന്നത്, മനുഷ്യനെ എല്ലാത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മളിലെ മ്ലേച്ഛത, നമ്മളുടെ അവസ്ഥ. ഒരു മനുഷ്യനോട് നമ്മൾ ക്ഷമിക്കുന്നത്, നമ്മൾ ആരാണെന്നുള്ള ഒരു അറിവ് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അയാളോടും നമ്മൾ ക്ഷമിക്കേണ്ടത്. അതുപോലെ മറ്റൊരു കാര്യം വേദപുസ്തകം പറയുന്നതില്ലേ, ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാനില്ല. കാര്യം എന്താ? ഒന്ന്, നമ്മളും എല്ലാവരെ പോലെ, നമ്മള് വിധിക്കുന്ന മറ്റു മനുഷ്യരെ പോലെ നമ്മളും കുറ്റവാളികളാണ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് നമുക്ക് പ്രതിവാദം പറയുവാനില്ലാത്തതെന്ന് അറിയാമോ?
പലപ്പോഴും പല തെറ്റുകളും നമ്മൾ ചെയ്ത ശേഷം സൗകര്യപൂർവ്വം നമ്മൾ അങ്ങ് മറക്കും. നമ്മൾ ചെയ്യുന്ന പല കുറ്റങ്ങളും പല തെറ്റുകളും സൗകര്യമായിട്ട് സൗകര്യപൂർവ്വം നമ്മളങ്ങ് മറന്ന് നമ്മളങ്ങ് ഈ ലോകത്തങ്ങ് ജീവിക്കും. അപ്പൊ അങ്ങനെ സൗകര്യമായി മറന്ന് ജീവിക്കുന്നത് കൊണ്ടും നമ്മൾ കുറ്റക്കാരാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. കാര്യം, പാപം ചെയ്യുന്ന സമയത്ത്, അതൊരു പ്രവൃത്തിയാകാം, ചിന്തയാകാം, എന്തുമാകാം, ദൈവത്തോട് പാപം ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോധവാന്മാരായിരിക്കും. അത് തെറ്റാണ്. നമ്മുടെ ഉള്ളിലുള്ള മനസ്സാക്ഷി, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഒക്കെ നമുക്കെതിരെ സാക്ഷ്യം പറയുന്നത് തെറ്റാണ്. അപ്പൊ നമുക്കറിയാം തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പൊ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്തു. പക്ഷേ എങ്ങനെയോ ദൈവം അത് മറക്കാൻ പോകുകയാണ് എന്ന് നമ്മൾ അങ്ങ് അനുമാനിക്കും, ഇല്ലേ? സൗകര്യപൂർവ്വം നമ്മളൊരു തെറ്റ് ചെയ്ത് നമ്മുടെ വായിൽ നിന്ന് തീ പോലൊരു വാക്ക് വന്നു, നമ്മളിൽ നിന്ന് നമ്മുടെ പ്രവൃത്തി വന്നു, നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ വന്നു, അങ്ങനെ പല സ്വർഗത്തോട് നമ്മൾ എന്തോ തെറ്റ് ചെയ്തു. പക്ഷെ നമ്മളുടെ മനുഷ്യന്റെ മനസ്സിന്റെ പിന്നില് ഒരു ധാരണയുണ്ട്. എങ്ങനെയോ ദൈവം ഇതങ്ങ് മറക്കാൻ പോകുകയാണ്. ഇതങ്ങ് കുഴപ്പമില്ല, പോട്ടെ, സംഭവിച്ചു. ഇനിയിപ്പോ അത് കുഴപ്പമില്ല, ദൈവം അങ്ങ് മറന്നു. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ ചെയ്ത പാപം മറഞ്ഞു പോകുന്നത് പോലെ, അല്ലെങ്കിൽ പോകുമ്പോൾ അതുപോലെ തന്നെ അത് ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകുമെന്ന് നമ്മൾ വിചാരിക്കും, ഇല്ലേ? നമ്മൾ ചെയ്ത തെറ്റ് ടൈം വിൽ ഹീൽ. സമയം നമ്മുടെ മനസ്സിൽ നിന്ന് അതങ്ങനെ മാഞ്ഞു 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പതുക്കെ ആ ചെയ്ത തെറ്റ്, ആ തിന്മ പതുക്കെ മാഞ്ഞു. ഒരാളെ വിഷമിപ്പിച്ചത്, ഒരാളെ നമ്മൾ ഉപദ്രവിച്ചതാകാം, ഫൈനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ ആകാം, മോഷണമാകാം, കൊലപാതകമാകാം, പലതാകാം. എന്തായാലും നമ്മളത് ചെയ്തു. അപ്പൊ നമ്മള് ദൈവത്തെ സമീപിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ അത് അത്യാവശ്യമായിരുന്നു, ചെയ്യേണ്ടി വന്നു, അങ്ങനെ ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞു, അത് മാഞ്ഞു പോയി, മനസ്സിൽ നിന്ന് ചിന്ത പോയി. അതിനിടയ്ക്ക് നമ്മൾ ഭയങ്കര കൈയടി പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ സമയം പോയി. അപ്പൊ നമ്മുടെ മനസ്സിന്റെ പിന്നിലുള്ള ചിന്ത എന്താ അറിയാമോ? എന്റെ മനസ്സിൽ നിന്ന് അതിങ്ങനെ മാഞ്ഞു പോകുന്നു. എന്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നത് പോലെ ദൈവത്തിന്റെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോകും. ഇതാണ് നമ്മുടെ ധാരണ. പക്ഷെ അതൊരു കള്ളമാണ്. അങ്ങനല്ല, അത് സത്യമല്ല, അല്ലേ? ദൈവം നമ്മളെ സംബന്ധിച്ച് അതൊരു ചെറിയ കാര്യമാണ്. ഇതൊരു ചെറിയ സംഭവമാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇതൊരു അത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമല്ല, അല്ലേ? പക്ഷെ പ്രിയ സുഹൃത്തുക്കളെ, വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവം ഒരു പാപത്തെയും നമ്മൾ അവഗണിക്കുന്നത് പോലെ അവഗണിക്കത്തില്ല. നമ്മൾ അതിനെല്ലാം കുറ്റവാളികളാണ് ദൈവത്തിന്റെ മുന്നിൽ. ഇതിനെല്ലാം നമ്മൾ കുറ്റവാളികളാണ്. നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ പ്രവർത്തികൾക്കും നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ ചിന്തയ്ക്കും ഒക്കെ നമ്മൾ കുറ്റവാളികളാണ്. യു ആർ വിത്തൗട്ട് എക്സ്ക്യൂസ്. ഓ മാൻ, ഒരു മനുഷ്യനും ദൈവത്തോട് പ്രതിവാദം പറയുവാൻ സാധിക്കില്ല. കാര്യം, മനുഷ്യൻ കരുതുന്നത് എല്ലാം അങ്ങ് ടൈം വിൽ ഹീൽ, സമയം എല്ലാം അങ്ങ് മായ്ച്ചു കളയും. പക്ഷെ ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് അത് പോകില്ല. അതിനു വേണ്ടി നമ്മൾ ദൈവത്തെ സമീപിച്ച് കർത്താവിനോട് അത് ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് ക്ഷമ പ്രാപിച്ചല്ലാതെ, ഇല്ലേ? പക്ഷെ രക്ഷിക്കപ്പെട്ടവനോട് മാത്രമേ ദൈവം ഏറ്റുപറയുവാൻ പറയുന്നുള്ളൂ. രക്ഷിക്കപ്പെടാത്തവനോട് വേദപുസ്തകം, ബൈബിൾ പറയുന്നില്ല അവനോട് കുറ്റം ഏറ്റുപറയുവാൻ പറയുന്നുണ്ടോ? ഇല്ല. രക്ഷിക്കപ്പെടുന്നവന് മാത്രമേ ഉള്ളൂ എക്സ്ക്യൂസ്. അവന് മാത്രമേ റിഡംഷൻ ലഭിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും കുറ്റവാളികളാണ് ദൈവത്തിന്റെ മുന്നിൽ. എവ്രി മാൻ ഇസ് എ ക്രിമിനൽ. ഒരു മനുഷ്യനും ദൈവത്തോട് പ്രതിവാദം പറയും. എവ്രിബഡി ഈസ് ഗിൽറ്റി. എന്തിന്? ഒന്ന്, മറ്റുള്ളവരെ ന്യായം വിധിച്ചിട്ട് അത് തന്നെ നമ്മളും ചെയ്യുന്നു. ഒന്ന്, ഇല്ലേ? 2, നമ്മുടെ മനസ്സിൽ നമ്മൾ തിന്മ ചെയ്യുമ്പോൾ അത് തിന്മയാണെന്ന് നമുക്ക് അറിയാമെങ്കിലും
അത് പതുക്കെ അതങ്ങ് കുഴപ്പമില്ല, അതിനെ അവഗണിക്കുകയാണ് നമ്മൾ. അത് കുഴപ്പമില്ല, അത് ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് എന്റെ മനസ്സിൽ നിന്ന് ആ തിന്മ, ഞാൻ ചെയ്ത തിന്മയുടെ കുറ്റബോധം മാഞ്ഞു പോകുന്നത് പോലെ, ആ ചെയ്ത തിന്മയുടെ ദോഷം മാഞ്ഞു പോകുന്നത് പോലെ ദൈവവും അതങ്ങ് മറന്നു കളയുമെന്ന് നമ്മുടെ അത് തെറ്റാണ്. വി ആർ ഗിൽറ്റി ഓഫ് ദാറ്റ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതേ കുറ്റമാണ്. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചോട്ടെ. എന്താ അറിയാമോ? നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതായി കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളെ പേര് മാറ്റി വിളിച്ച് നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യും. മറ്റൊരു വ്യക്തി നമ്മൾ നോക്കിയിട്ട് അയാൾ ചെയ്യുന്ന തെറ്റ്, അത് തെറ്റെന്ന് പറഞ്ഞു, അയാൾ ഭയങ്കരമായ ഒരു ദോഷം, അയാൾ ചെയ്ത വളരെ മോശ പ്രവൃത്തി എന്ന് നമ്മൾ പറയുന്നതിനെ നമ്മൾ ചെയ്തിട്ട് അതിനെ വേറൊരു പേരിട്ട് വിളിക്കും. ഒരാള് കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഒരാളെ വഞ്ചിച്ചു എന്നുള്ളതിനെ നമ്മൾ പറയും സത്യം തന്നെ നമ്മൾ പറഞ്ഞത്, പക്ഷെ അത് മുഴുവൻ പറഞ്ഞില്ല, അല്ലേ? സത്യം തന്നെ നമ്മൾ പറഞ്ഞു, പക്ഷെ നമ്മൾ മുഴുവൻ പറഞ്ഞില്ല, പക്ഷെ ശരിക്കും അതൊരു കള്ളമാണ്. നമ്മൾ അതിനെ വേറെ പേരിട്ട് വിളിക്കും. മറ്റുള്ളവർ മോഷ്ടിക്കുന്നു, നമ്മൾ കടം വാങ്ങിക്കുന്നു. മറ്റുള്ളവർ മോഷ്ടിക്കുന്നു, നമ്മൾ കടം വാങ്ങിക്കുന്നു, തിരിച്ചു കൊടുക്കത്തുമില്ല. മറ്റുള്ളവർക്ക് മുൻവിധിയാണ്, അവർക്ക് ഭയങ്കര മുൻവിധിയാണ്, നമുക്കോ കൺവിക്ഷനാണ്. മറ്റുള്ളവർക്ക് മുൻവിധി, അവന്റെ മുൻവിധിയാണ്, ഇതെല്ലാം അവന്റെ മുൻവിധിയാണ്. നമുക്കതൊരു കൺവിക്ഷനാണ്, ബോധ്യമാണ്. നമ്മളെ സംബന്ധിച്ച് അത് ബോധ്യമാണ്. നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബോധ്യങ്ങളും, മറ്റൊരാൾ പറയുന്നതെല്ലാം മുൻവിധി. ആ പേര് മാറ്റി വിളിക്കും. അപ്പൊ ഇതുപോലെ എല്ലാ തിന്മയ്ക്കും മറ്റൊരു പേരിട്ട് വിളിച്ച് നമ്മൾ ന്യായീകരിക്കുവാൻ പരിശ്രമിക്കും. ഇതിനും നമ്മൾ കുറ്റക്കാരാണ്, പ്രിയ സുഹൃത്തുക്കളെ. ഒരു മനുഷ്യനും ദൈവത്തോട് പ്രതിവാദം പറയുവാൻ സാധിക്കത്തില്ല. ഈ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഈ ഒരു ചിന്തയെ കുറച്ചും കൂടെ വികസിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ 2 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു, ഇല്ലേ? എങ്കിൽ ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നിനയ്ക്കുന്നുവോ? ഒന്നാമത്തെ അധ്യായത്തില് ഞാൻ നിങ്ങളുടെ പെട്ടെന്ന് ഒരു റീക്യാപ്പ് പറയാം. ഒന്നാമത്തെ അധ്യായത്തില് അപ്പോസ്തലൻ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ നീതി സുവിശേഷമാണ്. ആ സുവിശേഷം നമുക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? കാര്യം നമ്മൾ ദൈവത്തിന്റെ ക്രോധത്തിന് കീഴിലാണ്. ക്രോധത്തിന് കീഴിലിരിക്കുന്ന നമുക്ക് ഈ സുവിശേഷത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ മനുഷ്യൻ ഈ സുവിശേഷത്തെ നിരാകരിച്ചു, മനുഷ്യൻ ഈ സുവിശേഷത്തെ സ്വീകരിച്ചില്ല. ഈ സുവിശേഷം നൽകിയ ദൈവത്തിന്റെ നീതിയെ മനുഷ്യൻ അവഗണിച്ചു. അങ്ങനെ അവഗണിച്ച മനുഷ്യനോട് ദൈവവും അവഗണന കാണിച്ചു. അങ്ങനെ അവഗണന കാണിച്ചത് കൊണ്ട് മനുഷ്യൻ എന്ത് പറ്റി? മനുഷ്യൻ മ്ലേച്ഛതയിൽ നിന്ന് മ്ലേച്ഛതയിലേക്ക് വീണുപോയി, ഇല്ലേ? അവൻ വീണ് അധം പതിച്ചങ്ങ് അറ്റം പറ്റി, പിന്നെ അവിടുന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ അപ്പോസ്തലൻ പറയുന്നു, അതുകൊണ്ട് വിധിക്കുന്നു. അതെന്താ? അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവർ പറയാണ്, ശരിയാണ്, മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. പക്ഷെ എന്റെ അവസ്ഥ ഇതല്ല, മനുഷ്യന്റെ അവസ്ഥ ഇതാണ്, എന്റെ അവസ്ഥ ഇതല്ല. ഞാൻ വിശ്വാസിയാണ്, ഞാൻ അങ്ങനെ ഉള്ളവനല്ല. ഞാൻ പള്ളിയിൽ പോകുന്നവനാണ്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ പ്രസംഗിക്കുന്നവനാണ്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ യഹൂദനാണ്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്ന മനുഷ്യനോട് അപ്പോസ്തലൻ പറയുകയാണ്, ഈ പറഞ്ഞതിൽ എല്ലാവരും ഉൾപ്പെടും. മറ്റുള്ളവരെ വിധിക്കുന്നവന് അവനെ തന്നെ വിധിക്കുവാൻ അവൻ തയ്യാറാകണം. ആ അന്ധത അഭിനയിക്കരുത്, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കണം. എല്ലാ മനുഷ്യരും ഒരുപോലെ ദൈവത്തോട് പ്രതിവാദം പറയുവാൻ സാധിക്കാത്തവനാണ് എന്ന് അപ്പോസ്തലൻ പറഞ്ഞ് ആ ഒരു തോട്ടില് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നിട്ട്
ആ രണ്ടാമത്തെ വാക്യത്തിൽ 2-3 വാക്യങ്ങളിൽ ചോദിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് മനുഷ്യന്റെ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ വിധിക്കുന്നവർ ചെയ്യുന്നത് തന്നെ നിങ്ങളും ചെയ്യുന്നു. നിങ്ങളുടെ കുറ്റങ്ങൾ നിങ്ങൾ കാണാതെ ഒരു ബ്ലൈൻഡ് സ്പോട്ടിൽ നിങ്ങൾ ജീവിക്കുന്നു. ആ അഭിനയം നടത്തി നിങ്ങൾ ജീവിക്കുന്നു. അവര് ചെയ്യുന്ന തെറ്റുകളെ വേറെ പേരിട്ട് വിളിച്ച് നിങ്ങൾ ന്യായീകരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നിനയ്ക്കുന്നുവോ? അതാണ് ചോദിക്കുന്നത്. രക്ഷപ്പെടുവോ നീ? മറ്റുള്ളവരെയൊക്കെ വിധിച്ചിട്ട് മ്ലേച്ഛതയിൽ ജീവിക്കുന്ന നീ രക്ഷപ്പെടുവോ? വേദപുസ്തകത്തിൽ പറയുന്നു, ദി ജഡ്ജ്മെന്റ് ബിഗിൻസ് ഫ്രം ദി ഹൗസ് ഓഫ് ദ ലോർഡ്. അല്ലേ? രക്ഷപ്പെടുമോ? ഒരു ചോദ്യം കൂടെ 4-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്. എന്താ അറിയാമോ? രക്ഷപ്പെടുമോ എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ദയ നീ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പൊ ഇവിടെ നമുക്ക് ഇന്നത്തേക്ക് നിർത്താമേ. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ഇവിടുത്തെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് വിൽ ബിൽഡ് ഓൺ ദിസ് ഓൺ ദി അപ്കമിങ് ഡേയ്സ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് നമ്മളെന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ ദൈവത്തോട് പ്രതികരിക്കണം? അങ്ങനെ പ്രതികരിക്കേണ്ടത് പോലെ പ്രതികരിക്കാതിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമോ? ദൈവത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമോ? ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദയ, ക്ഷമ, ദീർഘശാന്തി ഒക്കെ നമ്മൾ നല്ലതിന് ഉപയോഗിക്കണ്ടേ? അത് പ്രയോജനകരമായി ഉപയോഗിക്കണ്ടേ എന്ന ചോദ്യത്തിൽ നമുക്കിന്ന് നിർത്താം. അപ്പൊ ഈ ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തോട് സത്യവേദ പുസ്തകം ദൈവം ചോദിക്കുകയാണ്. അതിനുള്ള മറുപടി വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും നൽകണം. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനും നമ്മുടെ ചെയ്തികളെ പരിശോധിക്കുവാനും നമ്മുടെ ചിന്തകളെ പരിശോധിക്കുവാനും ഒക്കെ ഈ സമയം നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ? ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ, നടത്തട്ടെ. സ്വർഗസ്ഥനായ കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പാസ്റ്റർ. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്റർ ജേക്കബ്. കർത്താവ് നമ്മളോട് ദാസൻ കൂടി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ സ്വയപരിശോധന നടത്തുകയും ഇത് കേട്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിന് വേണ്ടി ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഈ സമയം നമ്മൾ കേട്ട വചനം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ടെസ്സി സിസ്റ്റർ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യുക. ടെസ്സി സിസ്റ്റർ. പിതാവായ ദൈവമേ, ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ വചനത്തിൽ കേട്ടത് പ്രകാരം ഈ കേൾക്കുന്ന ഓരോ വചനവും അത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കാനും, കർത്താവെ വചനം കേൾക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലേ, മറ്റുള്ളവരെ ഉദ്ദേശിച്ചാണ് എന്നുള്ള ഒരു ചിന്ത വെടിഞ്ഞിട്ട് കർത്താവെ ഓരോ വചനവും ഞങ്ങളുടെ ഉള്ളില് തറയ്ക്കത്തക്കവണ്ണം കർത്താവെ അത്രത്തോളം ആഴത്തില് ഞങ്ങളെ പരിശോധിക്കാൻ, ആ വചനത്തെ വെച്ച് ഞങ്ങളെ പരിശോധിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവെ. ഇന്ന് മനസ്സിലാക്കിയതുപോലെ ഓരോ പാപത്തിനും വേറെ പേരിട്ട് ഞങ്ങള് അത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരിക്കുന്നവരാവാതെ കർത്താവെ പാപത്തിന്റെ ഒരു അംശമെങ്കിലും ഞങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ കർത്താവെ, ആ പാപത്തിന്റെ ആ ഒരു ലക്ഷണം ഞങ്ങളിലുണ്ടെങ്കിൽ കർത്താവെ അതിനെ മുഴുവനായിട്ടും അങ്ങോട്ട് ഏറ്റു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് കർത്താവെ ഒരിക്കലും അങ്ങ് ആ പാപത്തെ ഓർക്കാത്തവണ്ണം ഞങ്ങൾ താണു വീണ്ടും മാപ്പ് അപേക്ഷിച്ച് ഞങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടാനും അങ്ങയോട് കൂടെ ചേർന്ന് സമാധാനത്തോടെ രക്ഷയിലായിരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുന്നു. ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മളെ ആശ്വസിപ്പിച്ച വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് നമ്മൾ ഓരോരുത്തരെയും ഭവനത്തോടുകൂടി ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരിലൂടെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് വീണ്ടും ഞായറാഴ്ച വീണ്ടും നമുക്ക് ഒരുമിച്ച് ആരാധനയിൽ കാണാം. ദൈവം അതുവരെ കർത്താവിന്റെ കൃപയിൽ നമ്മളെ ഓരോരുത്തരെയും മറയ്ക്കട്ടെ. Praise the Lord. Thank you, brother. Thank you. Thank you.